ഹായ്, ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് പ്രോൺസ് കട്ട്ലറ്റാണ്. 100% ഹെൽത്തി ആയിട്ടുള്ള പ്രോൺസ് കട്ട്ലറ്റാണ്. അതിനായിട്ട് ഒരു മീഡിയം സൈസ്ഡ് പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ചതച്ച് വെക്കുക, മിക്സി യൂസ് ചെയ്യേണ്ട കേട്ടോ. അത്ര ടേസ്റ്റി ആയിരിക്കില്ല മിക്സി യൂസ് ചെയ്താൽ. അതിനുശേഷം ഒരു 5 പീസ് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 5-6 ഉള്ളി ഇതുപോലെ എടുക്കുക, ചതച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ലപോലെ ചതച്ചെടുക്കുക. മിക്സിയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കല്ലിൽ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ കട്ട്ലറ്റിന് യൂസ് ചെയ്യുന്ന പോലെ ഞാൻ ഉരുളക്കിഴങ്ങൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഉരുളക്കിഴങ്ങ് വെയിറ്റ് ഗെയിനിങ് ആണ്. അപ്പോൾ അത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുക്കുന്നില്ല. നമ്മുടെ ഈ മിക്സ്ചർ ഞാൻ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഹാഫ് ദ ലെമണും ഞാനിവിടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് നല്ലപോലെ ഞെരടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ നല്ലപോലെ പിടിക്കും. ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലാക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്കിത് മുക്കി പൊരിക്കാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ്, വീറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു മുട്ട, ഇച്ചിരി ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് അങ്ങ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കട്ട്ലറ്റ് ഹെൽത്തിയർ ആണെന്ന് പറയാൻ കാരണം ഞാനത് ഓയിലിൽ മുക്കി പൊരിക്കുന്ന കട്ട്ലറ്റ് അല്ല, എയർ ഫ്രൈഡ് കട്ട്ലറ്റാണ് കേട്ടോ. എയർ ഫ്രൈഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ഡയറ്റ് നോക്കുന്നവർക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ട് തീരെ ജങ്ക് അല്ലാതെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണത്. ഈവൻ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഇത് ഞാൻ എയർ ഫ്രൈയർ എടുത്തിട്ട് എയർ ഫ്രൈയിൽ വയ്ക്കുന്ന പേപ്പറാണത്. ഇതിൽ ഞാൻ ഒരു പിഞ്ച് ഓയിൽ ഒഴിച്ച് അങ്ങ് തടവി കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. അത് ശേഷം നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. ആ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ 2 സൈഡും കോട്ട് ചെയ്യുക, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 10 to 13 മിനിറ്റാണ് എയർ ഫ്രയർ 1 സൈഡ് വെക്കുന്നത്. ടെമ്പറേച്ചർ ഞാനൊരു 190 സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 180 to 190 മതി ആണ്. 180 ആണ് ആവറേജ്, ഞാനൊരു 190 വയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരു 10 to 13 മിനിറ്റ് വയ്ക്കാം. 1 സൈഡാണ്. അതിന് ശേഷം ഞാനിവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഡയറ്റൊക്കെ സ്ട്രിക്റ്റ്ലി നോക്കുന്നവർ ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ തിരിച്ച് വെച്ചതിന് ശേഷം സെയിം അതേ ഒരു 13 മിനിറ്റ് ടെമ്പറേച്ചറിൽ 190 ടെമ്പറേച്ചറിൽ 13 മിനിറ്റിൽ ഞാൻ വയ്ക്കുന്നുണ്ട്. ഈ കട്ട്ലറ്റ് എണ്ണയിൽ മുക്കി പൊരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റാണ് കേട്ടോ. വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ആർക്കും ആണെങ്കിലും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.